കേരള PSCയുടെ സയന്റിഫിക് ഓഫീസർ ബയോളജി ഇൻ കേരള പോലീസ് സർവീസ് ഫോറൻസിക് സയൻസ് ലബോറട്ടറി എന്ന എക്സാമിന്റെ അഡ്മിഷൻ ടൂസ് അക്കാഡമിയിൽ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ഉടനെ തന്നെ നമ്മുടെ ക്ലാസ്സസും സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ക്ലാസ്സസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 7510155485 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. സയന്റിഫിക് ഓഫീസർ ബയോളജി സിലബസിലെ ബോട്ടണി പാർട്ടാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബോട്ടണി സിലബസിന്റെ ഒരു ഔട്ട്ലൈൻ ആണ് നമ്മൾ ഫസ്റ്റ് ഡീൽ ചെയ്യുന്നത്. ആൻഡ് ബോട്ടണി സിലബസിൽ നമുക്ക് 7 മോഡ്യൂൾസ് ആണുള്ളത്. ആൻഡ് മോഡ്യൂൾ നമ്പർ 1 ഇസ് ക്രിപ്റ്റോഗ്യാം, ജിംനോസ്പേംസ്, മൈക്രോബയോളജി ആൻഡ് പാലിയോ ബോട്ടണി. ക്രിപ്റ്റോഗ്യാംസിൽ നമുക്ക് ആൽഗെ, ഫംഗൈ, ലൈക്കൻ അങ്ങനെയൊക്കെയാണ് വരുന്നത്. പിന്നെ ജിംനോസ്പേംസ്, മൈക്രോബയോളജി ആൻഡ് പാലിയോ ബോട്ടണി. മോഡ്യൂൾ 2 എടുത്തു കഴിഞ്ഞാൽ ആൻജിയോസ്പേം അനാറ്റമി, എംബ്രിയോളജി, പാലിനോളജി, എവല്യൂഷൻ ആൻഡ് പ്ലാന്റ് ബ്രീഡിംഗ് ആണ്. മോഡ്യൂൾ 3 വരുമ്പോൾ ടാക്സോണമി, മോർഫോളജി, എത്നോബോട്ടണി, ഫൈറ്റോജിയോഗ്രഫി, ഫോറസ്റ്റ് ബോട്ടണി ആൻഡ് എൻവയോൺമെന്റൽ ബയോളജി ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള യൂണിറ്റ്സ്. അതായത് നമ്മുടെ ആൻജിയോസ്പേം ടാക്സോണമി, ആൻജിയോസ്പേം മോർഫോളജി ഒക്കെയാണ് വരുന്നത്. ഇനി മോഡ്യൂൾ 4 എടുത്തു കഴിഞ്ഞാൽ സെൽ ആൻഡ് മോളിക്കുലാർ ബയോളജിയും ജെനറ്റിക്സുമാണ് വരുന്ന യൂണിറ്റ്സ്. ആൻഡ് മോഡ്യൂൾ 5 പ്ലാന്റ് ഫിസിയോളജി, ബയോകെമിസ്ട്രി, ബയോഫിസിക്സ് ആൻഡ് ബയോസ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. മോഡ്യൂൾ 6 ബയോടെക്നോളജി, അതായത് സ്പെഷ്യൽ റെഫറൻസ് ടു പ്ലാന്റ്സ്, പിന്നെ ബയോ ഇൻഫോർമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. മോഡ്യൂൾ 7 റീസെന്റ് ട്രെൻഡ്സ് ഇൻ ബോട്ടണി ആണ് വരുന്നത്. ആൻഡ് ദിസ് ഇസ് ദ ഔട്ട്ലൈൻ. ഇനി നമുക്ക് ഈ മോഡ്യൂൾസിൽ വരുന്ന യൂണിറ്റുകൾ ഏതൊക്കെയാണ് അതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ നോക്കാം. സോ ലെറ്റ് us ഡിസ്കസ് ദി സിലബസ് ഇൻ ഡീറ്റെയിൽസ്. കേരള PSCയുടെ ബോട്ടണി ബേസ്ഡ് എല്ലാ PG ലെവൽ എക്സാംസിനും ഓൾമോസ്റ്റ് സെയിം സിലബസ് തന്നെയാണ്. അതായത് HSST ആകട്ടെ, സയന്റിഫിക് ഓഫീസർ ആകട്ടെ, ഇതുപോലുള്ള എക്സാംസിനൊക്കെ സെയിം സിലബസ് തന്നെയാണ്. ആൻഡ് സയന്റിഫിക് ഓഫീസർ ബയോളജി സിലബസിന്റെ ബോട്ടണി പാർട്ട് നമ്മൾ ഓൾറെഡി കണ്ടു. അതായത് ഒരു ഔട്ട്ലൈൻ നമ്മൾ കണ്ടു. സോ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ പറയുന്ന സിലബസ് ഡിസ്കസ് ചെയ്യാം. സോ നമ്മുടെ ഫസ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫൈക്കോളജി വെച്ചിട്ടാണ്. അപ്പൊ നമ്മൾക്ക് ഈ ഫൈക്കോളജി, മൈക്കോളജി, ബ്രയോ, ടെറിഡോ എന്നൊക്കെ പറയുന്നത് ക്രിപ്റ്റോഗ്യാം കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഫൈക്കോളജി വെച്ചിട്ടാണ്. അപ്പൊ ഫൈക്കോളജി സിലബസിൽ നമുക്ക് വരുമ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ആൽഗെ, അതായത് ഫ്രിറ്റ്സിന്റെയും സ്മിത്തിന്റെയും ക്ലാസിഫിക്കേഷൻ ആണ്. അതേപോലെ തന്നെ റീസെന്റ് ട്രെൻഡ്സ് ഇൻ ആൽഗൽ ക്ലാസിഫിക്കേഷൻ, ജനറൽ ഫീച്ചേഴ്സ് ഓഫ് ആൽഗെ, അത് ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ദെൻ പാറ്റേൺസ് ഓഫ് ലൈഫ് സൈക്കിൾ ആൻഡ് സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ദി ഫോളോയിങ് ക്ലാസ്സസ്. അപ്പൊ ആൽഗൽ ക്ലാസ്സസ് ആയ സൈനോഫൈസിയെ, ക്ലോറോഫൈസിയെ, സാന്തോഫൈസിയെ, ബാസിലേറിയോഫൈസിയെ, ഫിയോഫൈസിയെ ആൻഡ് ബ്രോഡോഫൈസിയെ, ഈ ക്ലാസ്സുകളുടെ ജനറൽ കാറ്റഗറി, അതായത് സാലിയന്റ് ഫീച്ചേഴ്സ് ആണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അതിനോടൊപ്പം തന്നെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ആൽഗയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബയോ ഫെർട്ടിലൈസർ, ഫുഡ് ഇൻഡസ്ട്രി, ഇൻഡസ്ട്രിയൽ ആൻഡ് മെഡിസിനൽ ഇമ്പോർട്ടൻസ്, ആൽഗൽ ബ്ലൂം ഒക്കെയാണ് എക്കണോമിക് ഇമ്പോർട്ടൻസിൽ വരുന്നത്. നൗ അടുത്ത യൂണിറ്റ് ആണ് മൈക്കോളജി. മൈക്കോളജിയിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫംഗൈ, അതിൽ എലക്സോപോളസ് ആൻഡ് ബിംസ് ക്ലാസിഫിക്കേഷൻ, എയ്ഡ്സ്വർത്ത് ആൻഡ് ബിപ്സീസ് ക്ലാസിഫിക്കേഷൻ വന്നിട്ട്. ഇനി അടുത്ത പാർട്ട് എന്ന് പറയുന്നത് ജനറൽ ഫീച്ചേഴ്സ് ഓഫ് ഫംഗൈ ആണ്. അപ്പൊ നമ്മൾ നോക്കാൻ നേരത്ത് എല്ലാ ക്രിപ്റ്റോഗ്യാംസ് ആൻഡ് ജിംനോസ്പേമിന്റെയും ജനറൽ ക്യാരക്ടേഴ്സ് നമ്മൾ എന്തായാലും പ്രിപ്പയർ ചെയ്യാൻ നേരത്ത് പഠിക്കണം, കാരണം അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ജനറൽ ഫീച്ചേഴ്സ് ഓഫ് ഫംഗൈയിൽ നമുക്ക് താലസ് സ്ട്രക്ചർ, സെൽ വാൾ സ്ട്രക്ചർ, ഹെട്രോതാലിസം, പാരാസെക്ഷുവാലിറ്റി ആൻഡ് റീപ്രൊഡക്ഷൻ, അതായത് ഫംഗൽ റീപ്രൊഡക്ഷൻ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫംഗൈ ക്ലാസസിന്റെ ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ആണ്. സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ഫോളോയിങ് ക്ലാസസ്: മിക്സോബൈക്കോട്ട, മാസ്റ്റിഗോബൈക്കോട്ട, സൈഗോബൈക്കോട്ട, ആസ്കോബൈക്കോട്ട, ബെസിഡിയോബൈക്കോട്ട ആൻഡ് ഡിറ്റിയറോബൈക്കോട്ട. ഇനി വരുമ്പോൾ നമുക്ക് ഫംഗൽ അസോസിയേഷൻ ആണ്. സിംബയോസിസ്, സാപ്രോഫൈറ്റിസം, മൈക്കോറൈസ, എൻഡോഫൈറ്റ്സ് ആൻഡ് ലൈക്കൻസ്. ഇനി അഞ്ചാമത്തെ കാറ്റഗറിയാണ് എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ഫംഗൈ. അതിൽ നമുക്ക് ഡീഗ്രഡേഷൻ ഓഫ് പെസ്റ്റിസൈഡ്സ് ആൻഡ് വേസ്റ്റ്, ഡീകമ്പോസിഷൻ ഓഫ് ഓർഗാനിക് മാറ്റേഴ്സ്, ഡീഗ്രഡേഷൻ ഓഫ് ലിഗ്നിൻ, സിഗ്നിഫിക്കൻസ് ഇൻ മെഡിസിൻ ആൻഡ് അതർ ഇൻഡസ്ട്രീസും, പിന്നെ ഫംഗൽ ടോക്സിൻസ്, ഹ്യൂമൻ ഹെൽത്ത് ഒക്കെ വരുന്നുണ്ട്. നമ്മൾ
ജനറൽ ക്യാരക്ടർ അല്ലെങ്കിൽ സാലിയൻ ഫീച്ചേഴ്സ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ എക്കണോമിക് ഇമ്പോർട്ടൻസും നോക്കി പോകുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ്. സോ നമുക്ക് നെക്സ്റ്റ് പാർട്ട് ഡിസ്കസ് ചെയ്യാം. മൊഡ്യൂൾ 1-ലെ 3-ാമത്തെ യൂണിറ്റാണ് പ്ലാന്റ് പാത്തോളജി. പ്ലാന്റ് പാത്തോളജിയിൽ നമ്മൾ ആദ്യത്തെ പാർട്ടായിട്ട് ഡിസ്കസ് ചെയ്തത് പ്രിൻസിപ്പിൾസ് ഓഫ് പ്ലാന്റ് പാത്തോളജിയാണ്. അതിൽ ബയോട്ടിക് ആൻഡ് എബയോട്ടിക് ഏജൻറ്റ്സ് ആൻഡ് വേരിയസ് സിംറ്റംസ് ഓഫ് പ്ലാന്റ് ഡിസീസസ്. രണ്ടാമത്തെ പാർട്ട് പ്രോസസ് ഓഫ് ഇൻഫെക്ഷൻ ആൻഡ് ഡിഫെൻസ് മെക്കാനിസം ആണ്. അപ്പോൾ ഈ പ്രോസസ് ഓഫ് ഇൻഫെക്ഷൻ ആൻഡ് ഡിഫെൻസ് മെക്കാനിസത്തിന് വരുന്ന എൻസൈംസ്, ടോക്സിൻസ്, സ്ട്രക്ചറൽ ആൻഡ് ബയോകെമിക്കൽ ഡിഫെൻസ് സിസ്റ്റം ആർ ഇമ്പോർട്ടൻറ്റ്. മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഡിസീസ് മാനേജ്മെൻ്റ് ആണ്. അതിൽ കെമിക്കൽ, ബയോളജിക്കൽ ആൻഡ് ക്വാറന്റൈൻ മെഷേഴ്സ് ആർ കമ്മിങ്. ഇനി നാലാമത്തെ പാർട്ടിൽ കോമൺ ഡിസീസസ് ഓഫ് ക്രോപ്സ് ഇൻ കേരള. അപ്പോൾ അതിൽ ക്രോപ്സ് ആയിട്ട് വരുന്നത് പാഡി, കോക്കനട്ട്, റബ്ബർ, എറക്കനട്ട്, പെപ്പർ, ജിഞ്ചർ, കാർഡമം, കോഫി ആൻഡ് ടീ. അപ്പോൾ ഈ പറയുന്ന ക്രോപ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്രോപ്സിൽ വരുന്ന ഡിസീസസും അത് കോസ് ചെയ്യുന്ന ഓർഗാനിസംസും ആർ ഇമ്പോർട്ടൻറ്റ്. സോ പ്രിപ്പയർ വെൽ. നൗ നാലാമത്തെ യൂണിറ്റാണ് ബ്രയോളജി. ബ്രയോളജിയിൽ ജനറൽ അക്കൗണ്ട് ഓൺ മോർഫോളജി, അനാറ്റമി ആൻഡ് ലൈഫ് സൈക്കിൾ ഓഫ് ദ ഫോളോയിങ് ഗ്രൂപ്പ്സ്. ഇതിൽ ഹെപ്പാറ്റിക് ഓപ്സിഡ, ആന്തോസെറോട്ടോപ്സിഡ ആൻഡ് ബ്രയോപ്സിഡ ആർ ഇൻക്ലൂഡഡ്. ഹെപ്പാറ്റിക് ഓപ്സിഡ എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് റിക്സിയ മാർക്കാൻഷ്യ എന്ന് പറയുന്ന ജീനസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം. ആന്തോസെറോട്ടോപ്സിഡയിൽ ആന്തോസുറോസ് എന്ന് പറയുന്ന ജീനസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം. ബ്രയോപ്സിഡയിൽ നിന്ന് നമ്മുടെ ഫ്യൂണേറിയ എന്ന് പറയുന്ന ജീനസിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാം. ജീനസിൻ്റെ മോർഫോളജി, അനാട്ടമി കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാം. അതല്ലാതെ കോമൺ നെയിം തന്നിട്ട് സയൻറ്റിഫിക് നെയിം കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. ഇനി അടുത്ത പാർട്ട് എന്ന് പറയുന്നത് ഒറിജിൻ, എവല്യൂഷൻ ആൻഡ് ഇക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ്. അതിൽ ഇക്കണോമിക് ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ബ്രയോഫൈറ്റ്സ്, ഇൻഡിക്കേറ്റർ ഓഫ് പൊല്യൂഷൻ, ഹോർട്ടിക്കൾച്ചർ, മെഡിസിൻ എക്സെട്ര. ഇനി അഞ്ചാമത്തെ പാർട്ടാണ് ടെറിഡോളജി. ടെറിഡോളജി എന്ന് പറയുമ്പോൾ ഇവിടെ ജനറൽ അക്കൗണ്ട് ഓൺ മോർഫോളജി, അനാട്ടമി ആൻഡ് ലൈഫ് സൈക്കിൾ ഓഫ് ദി ഫോളോയിങ് ഗ്രൂപ്പ്സ്: സൈലോപ്സിഡ, സൈലോടോപ്സിഡ, ലൈക്കോപ്സിഡ, സ്വീനോപ്സിഡ ആൻഡ് ടെറോപ്സിഡ. അപ്പോൾ ഈ പറയുന്ന കാറ്റഗറിയിൽ നമുക്ക് ലിവിങ് ആസ് വെൽ ആസ് ഫോസിൽ ഫോംസ് ഉണ്ട്. ക്വസ്റ്റ്യൻസ് ഫോസിൽസിൽ നിന്നും ചോദിക്കാം, ലിവിങ് ആയിട്ടുള്ള ജീനത്തിൽ നിന്നും ചോദിക്കാം. അപ്പം അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റീലാർ എവല്യൂഷൻ. സ്റ്റീലാർ എവല്യൂഷൻ ഈ പറയുന്ന എല്ലാ കാറ്റഗറിയിലും കാണുന്ന സ്റ്റീലിൻ്റെ എവല്യൂഷനാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സ്റ്റീലാർ എവല്യൂഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ടെറിഡോഫൈറ്റ്സ്. അപ്പോൾ ടെറിഡോഫൈറ്റ്സ് ആസ് ബയോ ഫെർട്ടിലൈസർ ഇൻ ഹോർട്ടിക്കൾച്ചർ, മെഡിസിൻ, എക്കോളജിക്കൽ ഇൻഡിക്കേറ്റർ ആസ് വീഡ് ഇൻ ഫുഡ് ഇൻഡസ്ട്രി ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ബൈനോമിയൽ നെയിമും കോമൺ നെയിമും കണ്ടുപിടിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പം നമ്മുടെ ബ്രയോളജിയിലും ടെറിഡോളജിയിലും ഫൈക്കോളജിയിലും മൈക്കോളജിയിലും ഈ കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അതായത് ബൈനോമിയൽ നെയിം തന്നിട്ട് കോമൺ നെയിം കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് നന്നായിട്ട് തന്നെ പഠിച്ചു പോകുക. മൊഡ്യൂൾ 1-ൻ്റെ യൂണിറ്റ് 5 ആണ് ജിംനോസ്പേം. ജിംനോസ്പേംസിൽ ജനറൽ അക്കൗണ്ട് ഓൺ മോർഫോളജി, അനാട്ടമി ആൻഡ് ലൈഫ് സൈക്കിൾ ഓഫ് ദി ഫോളോയിങ് ഗ്രൂപ്പ്സ്: സൈക്കഡോപ്സിഡ, കോണിഫെറോപ്സിഡ ആൻഡ് ഡീറ്റോപ്സിഡ. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ സൈക്കഡോപ്സിഡ, കോണിഫെറോപ്സിഡ, ഡീറ്റോപ്സിഡയിൽ വരുന്ന മെമ്പേഴ്സിൻ്റെയൊക്കെ വുഡ് അനാട്ടമി ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് നെക്സ്റ്റ് ഇസ് സെക്കൻഡ് കാറ്റഗറി, ദാറ്റ് ഇസ് എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ജിംനോസ്പേം. അതും ഇമ്പോർട്ടൻ്റ് ആണ്. നൗ അടുത്ത യൂണിറ്റ് ആണ് മൈക്രോബയോളജി. മൈക്രോബയോളജിയിലെ ആദ്യത്തെ പാർട്ട് ബാക്ടീരിയയാണ്. ബാക്ടീരിയയുടെ അൾട്രാ സ്ട്രക്ചർ, സെൽ വോൾ സ്ട്രക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. മേജർ ഗ്രൂപ്പ്സ്, അതേപോലെ ന്യൂട്രീഷണൽ ടൈപ്പ് ആൻഡ് റീപ്രൊഡക്ഷൻ ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. അടുത്ത കാറ്റഗറിയാണ് വൈറസ്. വൈറസിൻ്റെ അൾട്രാ സ്ട്രക്ചർ, മേജർ ഗ്രൂപ്പ്സ്, ന്യൂട്രീഷണൽ ടൈപ്പ് ആൻഡ് റെപ്ലിക്കേഷൻ. അപ്പോൾ അതിൽ വരുമ്പോൾ മേജർ ഗ്രൂപ്പ്സും റെപ്ലിക്കേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ഇസ് ബ്രീഫ് അക്കൗണ്ട് ഓൺ വൈറോയിഡ്സ്, വൈറോൺസ്, മൈക്കോപ്ലാസ്മ, ഇൻ്റർഫെറോൺസ്, ആക്ടിനോമൈസീൻസ് ആൻഡ് ബാക്ടീരിയോഫേജസ്. അടുത്ത ലാസ്റ്റ് പോർഷനാണ് മൈക്രോബയോളജിയുടെ ലാസ്റ്റ് പോർഷനാണ് എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് മൈക്രോബ്സ്. അതിൽ മൈക്രോബ്സ് ഇൻ എക്കോളജി, ഫുഡ് ഇൻഡസ്ട്രി, മെഡിസിൻ, അഗ്രികൾച്ചർ ആൻഡ് അതർ ഇൻഡസ്ട്രീസ്. അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. നൗ ലാസ്റ്റ് യൂണിറ്റ് ആണ് മൊഡ്യൂൾ 1-ലെ ലാസ്റ്റ് യൂണിറ്റ് പാലിയോബോട്ടണി ആണ്. പാലിയോബോട്ടണിയിൽ ജിയോളജിക്കൽ ടൈം സ്കെയിൽ ആൻഡ് എവല്യൂഷൻ ഓഫ് പ്ലാന്റ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആജിയോസ്പേം ഏത് ടൈമിലാണ് ഒറിജിനേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ജിംനോസ്പേം എപ്പോഴാണ് ഇവോൾവ് ആയത്, അങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ ടൈപ്പ് ഓഫ് ഫോസിലൈസേഷൻ, ഫോസിൽ ടെറിഡോഫൈറ്റ്സ് ആൻഡ് ജിംനോസ്പേംസും ഇമ്പോർട്ടൻ്റ് ആണ്.
നൗ അടുത്തതാണ് മോഡ്യൂൾ 2. മോഡ്യൂൾ 2ലെ ആദ്യത്തെ യൂണിറ്റ് ആണ് ആൻജിയോസ്പേം അനാറ്റമി. ആൻജിയോസ്പേം അനാറ്റമിയിൽ ടിഷ്യൂ ആണ് ആദ്യത്തെ പാർട്ട്. ടിഷ്യൂ എന്ന് പറയുമ്പോൾ മെരിസ്റ്റംസ് ഉണ്ട്, സെക്രീറ്ററി ആൻഡ് എക്സ്ക്രീറ്ററി ടിഷ്യൂസ്, പ്രൈമറി ആൻഡ് സെക്കൻഡറി ടിഷ്യൂസ് ആർ ഇൻക്ലൂഡഡ്. അടുത്ത പാർട്ടിൽ അനാറ്റമി ഓഫ് സ്റ്റെം, റൂട്ട് ആൻഡ് ലീഫ് ആണ്. ഇവിടെ ബോത്ത് പ്രൈമറി ആൻഡ് സെക്കൻഡറി സ്ട്രക്ചർ ഇൻ സ്റ്റെം ആൻഡ് റൂട്ട് ആർ കമ്മിങ്. ഇനി തേർഡ് പാർട്ടിൽ അനോമലസ് സെക്കൻഡറി തിക്കനിങ് ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Anomalous secondary thickening in dicot and monocot stem. Now the last part is brief account on nodal anatomy, wood anatomy and floral anatomy. നമുക്ക് അടുത്ത യൂണിറ്റ് ആണ് മൈക്രോടെക്നിക്. മൈക്രോടെക്നിക്കിൽ ടൂൾസ് ഇൻ മൈക്രോടെക്നിക്, മൈക്രോസ്കോപ്പി, മൈക്രോമെട്രി, ക്യാമറ ലൂസിഡ, ക്രയോസ്റ്റാറ്റ് ആൻഡ് മൈക്രോടോം ആർ കമ്മിങ് അണ്ടർ ദിസ്. ഇനി ഫിക്സിംഗ്, കില്ലിംഗ്, ഡീഹൈഡ്രേഷൻ, ക്ലിയറിംഗ്, എംബഡിംഗ്, സ്റ്റെയിനിങ് ആൻഡ് മൗണ്ടിങ്. ഈ പറയുന്ന പ്രോസസ്സിലെല്ലാം പല റിയേജൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് റിയേജൻസ് എന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക, പഠിക്കുക. നൗ നെക്സ്റ്റ് ഇസ് ബ്രീഫ് അക്കൗണ്ട് ഓൺ വൈറ്റൽ സ്റ്റെയിനിങ്, ഡബിൾ സ്റ്റെയിനിങ്, ഹോൾ ബൗണ്ട് മാസറേഷൻ ആൻഡ് ഹിസ്റ്റോകെമിക്കൽ ടെസ്റ്റ് ഫോർ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ ആൻഡ് ലിപ്പിഡ്. ഇത് മൈക്രോടെക്നിക്കിൽ ഇൻക്ലൂഡഡ് ആണ്. ഇനി അടുത്ത യൂണിറ്റ് എന്ന് പറയുന്നത് എംബ്രിയോളജിയാണ്. എംബ്രിയോളജിയിൽ മൈക്രോസ്പോറോജെനസിസ് ആൻഡ് മെയിൽ ഗാമറ്റോഫൈറ്റ് ഡെവലപ്മെൻറ്റ്. അടുത്തത് മെഗാസ്പോറോജെനസിസ് ആൻഡ് എംബ്രിയോസാക് ഡെവലപ്മെൻറ്റ്. ആൻഡ് തേർഡ് പാർട്ട് എന്ന് പറയുന്നത് പോളിനേഷൻ, ഫെർട്ടിലൈസേഷൻ ആൻഡ് എംബ്രിയോജനി ഇൻ ബോത്ത് മോണോകോട്ട് ആൻഡ് ഡൈക്കോട്ട്. ആൻഡ് ദ ലാസ്റ്റ് പാർട്ട് ഇസ് എൻഡോസ്പേം ടൈപ്പ്. അതല്ലാണ്ട് പോളിഎംബ്രിയോണി, പാർത്തിനോകാർപ്പി ആൻഡ് അപ്പോമിക്സസ് ആർ ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ എംബ്രിയോളജി. മോഡ്യൂൾ 2ലെ അടുത്ത യൂണിറ്റ് ആണ് പാലിനോളജി. പാലിനോളജിയിൽ അൾട്രാ സ്ട്രക്ചർ ഓഫ് പോളൻ വാൾ, പോളൻ മോർഫോളജി, NPC സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് പോളൻ അപ്പർച്ചർ ആണ് വരുന്നത്. ഇതിൽ പോളൻ മോർഫോളജിയും അൾട്രാ സ്ട്രക്ചർ ഓഫ് പോളൻ വാളും ഇമ്പോർട്ടൻ്റ് ആണ്. അതല്ലാണ്ട് കോൺട്രിബ്യൂഷൻ ഓഫ് ഡോക്ടർ PKK Nair to palynology, palynology in relation to taxonomy, aeropalynology and melitopalynology and pollen allergy is included. അടുത്ത യൂണിറ്റ് ആണ് എവല്യൂഷൻ. എവല്യൂഷനിൽ ഒറിജിൻ ഓഫ് ലൈഫ്, ഒറിജിൻ ഓഫ് ലൈഫിൽ തിയറീസ് ഓഫ് എവല്യൂഷൻ, ക്ലാസിക്കൽ ആൻഡ് മോഡേൺ തിയറീസും സ്പീസിയേഷനുമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന എവല്യൂഷൻ എന്ന് പറയുന്നതിലെ 2 ടോപ്പിക്കും ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് പ്ലാന്റ് ബ്രീഡിംഗ്. പ്ലാന്റ് ബ്രീഡിങ്ങിൽ മെത്തേഡ്സ് ഇൻ ക്രോപ്പ് ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് അച്ചീവ്മെൻറ്റ്, പ്ലാന്റ് ഇൻട്രൊഡക്ഷൻ, സെലക്ഷൻ, മ്യൂട്ടേഷൻ ബ്രീഡിംഗ്, പ്ലോയിഡി ബ്രീഡിംഗ് ആൻഡ് ഹൈബ്രിഡൈസേഷൻ. അതല്ലാണ്ട് കോൺസിക്വൻസസ് ഓഫ് ഇൻബ്രീഡിംഗ്, ഹെട്രോസിസ് ആൻഡ് ഇൻകോമ്പാക്റ്റബിലിറ്റി ഉണ്ട്. കോൺസിക്വൻസസ് അറിയുന്നതിന് മുമ്പ് വാട്ട് ഇസ് ഇൻബ്രീഡിംഗ്, ഹെട്രോസിസ് ആൻഡ് ഇൻകോമ്പാക്റ്റബിലിറ്റി എന്ന് പഠിക്കുക. നെക്സ്റ്റ് ഇസ് ബാക്ക് ക്രോസ് ബ്രീഡിംഗ് ആൻഡ് റെസിസ്റ്റൻസ് ബ്രീഡിംഗ്. റെസിസ്റ്റൻസ് ബ്രീഡിങ്ങിൽ ഡിസീസ് റെസിസ്റ്റൻസ് ആൻഡ് സ്ട്രെസ് റെസിസ്റ്റൻസ് ആണ് വന്നിട്ടുള്ളത്. ഇനി അതല്ലാണ്ട് പിന്നെ ഉള്ളതാണ് സീഡ് പ്രൊഡക്ഷൻ ആൻഡ് സർട്ടിഫിക്കേഷൻ. മേജർ സീഡ് മേജർ സെൻറ്റേഴ്സ് ഓഫ് ക്രോപ്പ് പ്രൊഡക്ഷൻ ഇൻ ഇന്ത്യ, അതും ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലാന്റ് ബ്രീഡേഴ്സ് റൈറ്റ് ആൻഡ് നാഷണൽ ബയോഡൈവേഴ്സിറ്റി പോളിസി ഉണ്ട്. നൗ അതർ ദാൻ ദാറ്റ് ദ ലാസ്റ്റ് ടോപ്പിക് ഇസ് മെത്തേഡ് ഓഫ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഓഫ് പ്ലാന്റ്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ കോമൺ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ അതൊക്കെ പ്രിപ്പയർ ചെയ്യുക. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഡ്യൂൾ 3 ആണ്. നമ്മുടെ ബോട്ടണി സിലബസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ മാറ്റിവെക്കാൻ പാടില്ലാത്ത ഒരു ടോപ്പിക്കാണ് നമ്മുടെ പ്ലാന്റ് അല്ലെങ്കിൽ ആൻജിയോസ്പേം ടാക്സോണമി എന്ന് പറയുന്ന ടോപ്പിക്. ഇപ്പൊ നമ്മുടെ സയന്റിഫിക് ഓഫീസർ സിലബസിൽ വരുന്ന ടാക്സോണമി എന്ന് പറയുന്ന പാർട്ടിൽ എന്തൊക്കെയാണുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം വരുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ടാക്സോണമി ആണ്. അവിടെ പ്ലാന്റ് നോമെൻക്ലേച്ചർ, ടാക്സോണമിക് ഹൈറാർക്കി, ഫൈലോജനി ഓഫ് ആൻജിയോസ്പേം, ആൻജിയോസ്പേം ടാക്സോണമി കീ ആണ് പറയുന്നത്. ഇവിടെ നമുക്ക് പ്ലാന്റ് നോമെൻക്ലേച്ചറിൽ വരുന്ന ടൈപ്പ്, സ്പെസിമെൻ, ടാക്സോണമിക് കീ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ക്ലാസിഫിക്കേഷൻ സിസ്റ്റം വരുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ, നാച്ചുറൽ ആൻഡ് ഫൈലോജനറ്റിക് സിസ്റ്റം ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ടു ആൻജിയോസ്പേം സിസ്റ്റമാറ്റിക്സ്. അതിൽ നമുക്ക് അനാറ്റമി, എംബ്രിയോളജി, മോർഫോളജി, സൈറ്റോളജി, പാലിനോളജി, കീബോ ടാക്സോണമി, ന്യൂമറിക്കൽ ടാക്സോണമി ആൻഡ് മോളിക്കുലാർ ടാക്സോണമിയാണ് വരുന്നത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സ്റ്റഡി ഓഫ് ദി ഫോളോയിങ് ഫാമിലീസ് ആൻഡ് ദെയർ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്. ഫാമിലി ക്യാരക്ടേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ എക്സാംസിനും നമുക്ക് കാണാം. ഈ ടാക്സോണമി എന്ന് പറയുന്ന ഒരു ടോപ്പിക് സിലബസിലുണ്ടെങ്കിൽ ഫാമിലി ക്യാരക്ടേഴ്സ് കമ്പൽസറി ആയിട്ടൊരു ക്വസ്റ്റ്യൻ വരുന്നതാണ്. സോ
ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എല്ലാ ഫാമിലീസിൻ്റെയും ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് വിത്ത് എക്സാമ്പിൾസ് പഠിച്ചു വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് പറയുകയാണ്. നമുക്ക് മൊഡ്യൂൾ 3 അടുത്ത യൂണിറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. മൊഡ്യൂൾ 3 രണ്ടാമത്തെ യൂണിറ്റ് ആണ് പ്ലാന്റ് മോർഫോളജി. പ്ലാന്റ് മോർഫോളജിയിൽ ഫ്ലവർ ആസ് എ മോഡിഫൈഡ് ഷൂട്ട്, ഫ്ലോറൽ വാൾസ് ആൻഡ് ദെയർ പാർട്സ്, ഫ്രൂട്ട്സ് ആൻഡ് സീഡ് മോർഫോളജി. വെജിറ്റേറ്റീവ് മോർഫോളജിയിൽ ലീഫ്, റൂട്ട് ആൻഡ് സ്റ്റെം ആർ ഇൻക്ലൂഡഡ്. നിങ്ങൾ ആൻജിയോസ്പേം ടാക്സോണമി പഠിക്കുന്നതിന് മുമ്പ് മോർഫോളജി പഠിക്കുക, അതിനുശേഷം ടാക്സോണമി പഠിക്കുക. നൗ അടുത്ത യൂണിറ്റ് ആണ് എക്കണോമിക് ഇമ്പോർട്ടൻസ്. എക്കണോമിക് ഇമ്പോർട്ടൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Now next is ethnobotany. Ethnobotany methods of ethnobotanical studies, contribution of S.K. Jain to ethnobotany, common plants of ethnobotanical importance in Kerala, sacred groves and their importance. അടുത്ത യൂണിറ്റ് ആണ് ഫൈറ്റോജിയോഗ്രഫി. ഫൈറ്റോജിയോഗ്രഫിയിൽ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് പ്ലാന്റ് ഡിസ്ട്രിബ്യൂഷൻ, ഫൈറ്റോജിയോഗ്രഫിക് സോൺസ് ഓഫ് ഇന്ത്യ, സോയിൽ, ക്ലൈമറ്റ് ആൻഡ് വെജിറ്റേഷൻ ഓഫ് ഇന്ത്യ ആണ് വരുന്നത്. ഇനി ഫോറസ്റ്റ് ബോട്ടണിയാണ്. ഫോറസ്റ്റ് ബോട്ടണിയിൽ മേജർ ആൻഡ് മൈനർ ഫോറസ്റ്റ് പ്രോഡക്റ്റ് വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു കേരള, സിഗ്നിഫിക്കൻസ് ഓഫ് ഫോറസ്റ്റ് ഓൺ എൻവയോൺമെൻറ്റ്, കോൺസിക്വൻസസ് ഓഫ് ഡീഫോറസ്റ്റേഷൻ ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ. നൗ മൊഡ്യൂൾ 3 ലാസ്റ്റ് യൂണിറ്റ് ആണ് എൻവയോൺമെൻറ്റൽ ബയോളജി. ഇതിൽ വരുന്ന എല്ലാ പാർട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്ന പാർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്, ഇന്ന പാർട്ട് ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു യൂണിറ്റ് ആണ് എൻവയോൺമെൻറ്റൽ ബയോളജി. കുറച്ച് ടോപ്പിക്സേ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. സിൻസിയർ ആയിട്ട് ഇത് പ്രിപ്പയർ ചെയ്യുക. എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് എൻവയോൺമെൻറ്റൽ ബയോളജി. അപ്പോൾ നിങ്ങളുടെ മസ്റ്റ് പ്രിപ്പയർ എന്ന് പറയുന്ന ഒരു സെഷനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് എൻവയോൺമെൻറ്റൽ ബയോളജി. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഹാബിറ്റാറ്റ് എക്കോളജി, അതിൽ ടെറസ്ട്രിയൽ, ഫ്രഷ് വാട്ടർ ഹാബിറ്റാറ്റ്, വെറ്റ്ലാൻഡ് ആൻഡ് മെറൈൻ ഹാബിറ്റാറ്റ് ഉണ്ട്. പോപ്പുലേഷൻ എക്കോളജിയിൽ കമ്മ്യൂണിറ്റി എക്കോളജി ആൻഡ് എക്കോളജിക്കൽ സക്സഷൻ ഉണ്ട്. എക്കോസിസ്റ്റത്തിൽ സ്ട്രക്ചർ, ഫങ്ഷൻ ആൻഡ് ടൈപ്സ് ഓഫ് ബയോ. ആൻഡ് നെക്സ്റ്റ് ഇസ് സ്പീഷീസ് ഇൻറ്ററാക്ഷൻ, കോമ്പറ്റീഷൻ, ഹെർബിവോറി, കാർണിവോറി ആൻഡ് സിംബയോസിസ് ഉണ്ട്. ബയോജിയോകെമിക്കൽ സൈക്കിൾസ് ആൻഡ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഗ്ലോബൽ എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ്, അതിൽ ഓസോൺ ഡിപ്ലീഷൻ, ഗ്ലോബൽ വാർമിംഗ്, ആസിഡ് റെയിൻ, ന്യൂക്ലിയർ ഹസാർഡ്, എൽ നിനോ ആൻഡ് ക്ലൈമാറ്റിക് ചേഞ്ച് ആർ ഇൻക്ലൂഡഡ്. ഇനി എൻവയോൺമെൻറ്റൽ അസസ്മെൻറ്റ് പ്രോഗ്രാംസും മേജർ പ്രോഗ്രാംസും ഇൻക്ലൂഡഡ് ആണ്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ എൻവയോൺമെൻറ്റൽ ബയോളജി എന്ന് പറയുന്ന യൂണിറ്റ് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. നൗ മൊഡ്യൂൾ 4 ആണ്. മൊഡ്യൂൾ 4 ആദ്യത്തെ യൂണിറ്റ് ആണ് സെൽ ആൻഡ് മോളിക്കുലാർ ബയോളജി. സെൽ ആൻഡ് മോളിക്കുലാർ ബയോളജി എല്ലാവരുടെയും ഫേവറേറ്റ് ടോപ്പിക് അല്ല. ഈ ബോട്ടണി പ്രിഫർ ചെയ്യുന്നവർക്ക് ഈ സെൽ ആൻഡ് മോളിക്കുലാർ ബയോളജിയിലെ എല്ലാ ടോപ്പിക്കുകളും ഇഷ്ടമാകണമെന്നില്ല. സോ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുള്ള ടോപ്പിക്കുകൾ സെലക്ട് ചെയ്തിട്ട് അത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. നൗ സെൽ ആൻഡ് മോളിക്കുലാർ ബയോളജിയിൽ വരുമ്പോൾ എ ബ്രീഫ് അക്കൗണ്ട് ഓൺ സ്ട്രക്ചർ, ഫങ്ഷൻ ഓഫ് ദി സെൽ ആൻഡ് സെൽ ഓർഗനൽസ്, prokaryotic and eukaryotic cell, cytoskeleton, organization and mobility വരുന്നുണ്ട്. Origin, ultrastructure and function of cell membrane and cell organelles, chemistry of chromosome, DNA, RNA, kinetochore, NOR and constriction of chromosomes. Numerical and structural variation of chromosome, cell division, stages, synaptodibal complex, theories and mechanism of crossing over and molecular mechanism of crossing over. Next is cell differentiation, അതിൽ characteristic and mechanism ഉണ്ട്. Prokaryotic and eukaryotic DNA replication is included. Molecular nature of genes ഉണ്ട്. Molecular tool for studying genes and gene activities. Techniques of DNA analysis, അതിൽ preparation of DNA and RNA probes, hybridization, autoradiography, DNA fingerprinting. Now next is DNA sequencing, chemical synthesis of nucleotide, and the last one is PCR and fish and their application. Now next is genetics. Genetics Mendelian genetics and gene interaction and linkage and crossing over and gene mapping, polygenic inheritance, extra chromosomal inheritance, microbial genetics ഉണ്ട്. അതിൽ transduction, transformation and conjugation in bacteria, lysogeny and lytic cycle in viruses. Nucleic acid ഉണ്ട്. അതിൽ DNA and RNA types, structure, function and replication, mutation, DNA damage and repair,
ജനറ്റിക് കോഡ് ആൻഡ് ജീൻ എക്സ്പ്രഷൻ, അതിൽ പ്രോട്ടീൻ സിന്തസിസ്, ജീൻ റെഗുലേഷൻ, പ്രൊക്കാരിയോട്സ് ആൻഡ് യൂക്കാരിയോട്സ്, ട്രാൻസ്ലേഷൻ, പോസ്റ്റ് ട്രാൻസ്ലേഷൻ ആൻഡ് പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷൻ, ജീൻ സിന്തസിസ്, കൊറാന ആൻഡ് കോൺബർഗ് ജീൻ സിന്തസിസ്, പോപ്പുലേഷൻ ജെനറ്റിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്, ഹഡിവിൻബർഗ് ഇക്വിലിബ്രിയം, ജെനറ്റിക് ഡ്രിഫ്റ്റ്, ജെനറ്റിക് ലോഡ്, കോൺസാഗ്വിറ്റി ആൻഡ് ഇറ്റ്സ് എഫക്റ്റ്. ഹ്യൂമൻ ജെനറ്റിക്സിലെ ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ABO, RH, MN ബ്ലഡ് ഗ്രൂപ്പ്, ഹ്യൂമൻ കാരിയോടൈപ്പ് ആൻഡ് സിൻഡ്രോംസ് കോസ്ഡ് ബൈ ദി അബറേഷൻ, ജെനറ്റിക് കൗൺസിലിംഗ് ആൻഡ് പെഡിഗ്രി അനാലിസിസ്. ഇനി അടുത്തത് ബ്രീഫ് അക്കൗണ്ട് ഓൺ ഹ്യൂമൻ ജീനോം പ്രോജക്ട്. ദീസ് ആർ ദ തിങ്സ് ഫ്രം ജെനറ്റിക്സ്. അടുത്തതാണ് മോഡ്യൂൾ 5. മോഡ്യൂൾ 5ലെ ആദ്യത്തെ യൂണിറ്റ് ആണ് പ്ലാന്റ് ഫിസിയോളജി. പ്ലാന്റ് ഫിസിയോളജിയിൽ വാട്ടർ റിലേഷൻ ടു പ്ലാന്റ്, അതിൽ അബ്സോർപ്ഷൻ ആൻഡ് ട്രാൻസ്പിറേഷൻ ഓഫ് വാട്ടർ, ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് സ്റ്റൊമാറ്റ, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് വാട്ടർ ട്രാൻസ്പോർട്ട്. അതല്ലാണ്ട് മിനറൽ ന്യൂട്രീഷൻ, ഹൈഡ്രോപോണിക്സ് വരുന്നുണ്ട് ആൻഡ് എയറോപോണിക്സും ഉണ്ട്. ഇനി നൈട്രജൻ മെറ്റബോളിസം ഇൻ പ്ലാന്റ്സ്, അതേപോലെ ഫോട്ടോസിന്തസിസിൽ C3, C4 ക്യാമ്പ് സൈക്കിൾ, അത് ഇൻ ഡീറ്റെയിൽസ് വേണം. അതേപോലെ ഫോട്ടോ റെസ്പിറേഷനും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇസ് റെസ്പിറേഷൻ. റെസ്പിറേഷനിൽ ഓക്സിഡേറ്റീവ് ഫോട്ടോ ഫോസ്ഫോറൈലേഷൻ ആണ്. എസെൻറ്റ് ഓഫ് സാപ്പ് ഉണ്ട്, സോഴ്സ് ആൻഡ് സിങ്ക് റിലേഷൻഷിപ്പ്, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, റോൾ ഓഫ് ഫൈറ്റോ ഹോർമോൺസ്, ഫോട്ടോ പീരിയോഡിസം, വെർണലൈസേഷൻ ആൻഡ് ഫ്ലോറിജീൻസ്. സ്ട്രെസ് ഫിസിയോളജിയിൽ വാട്ടർ, സോൾട്ട്, hot and cold stresses, heat shock proteins and adaptations are included. Seed germination are the last topic of plant physiology. അതിൽ ഫിസിയോളജി ആൻഡ് ബയോകെമിക്കൽ ചേഞ്ചസ് ഡ്യൂറിങ് സീഡ് ജെർമിനേഷൻ ആണ് വരുന്നത്. അടുത്ത യൂണിറ്റ് ആണ് ബയോകെമിസ്ട്രി. ബയോകെമിസ്ട്രിയിൽ കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്സ്, അമിനോ ആസിഡ്സ് ആൻഡ് പ്രോട്ടീൻസ്, എൻസൈംസ് ആൻഡ് വൈറ്റമിൻസ് ആർ ഇൻക്ലൂഡഡ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ബയോകെമിസ്ട്രി എന്ന് പറയുന്ന പോർഷൻ സുവോളജിയിലും അവൈലബിൾ ആണ്. സുവോളജി സിലബസിലും ഈ പറഞ്ഞ ബയോകെമിസ്ട്രി ഇൻക്ലൂഡഡ് ആണ്. നമ്മുടെ മെജോറിറ്റി ഓഫ് ദി സിലബസിൽ രണ്ടും ഈക്വലി ഷെയർ ചെയ്തത് കൊണ്ടിട്ട്, ബയോളജി എന്ന് പറയുന്ന ടോപ്പിക് ആയത് കൊണ്ടിട്ട് ചില പോർഷൻസ് സുവോളജിയിലും ബോട്ടനിയിലും കോമൺ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിരിക്കും പഠിക്കാൻ വേണ്ടിയിട്ട്. മോഡ്യൂൾ 5ലെ അടുത്ത ടോപ്പിക്കാണ് ബയോഫിസിക്സ്. ബയോഫിസിക്സിൽ pH ആൻഡ് ബഫേഴ്സ്, മൈക്രോസ്കോപ്പി, അതിൽ ബ്രൈറ്റ് ഫീൽഡ്, ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ്, ഫ്ലൂറസെൻറ്റ് മൈക്രോസ്കോപ്പ്, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, അതിൽ സെം ആൻഡ് ടെം ഉണ്ട്, ഫോട്ടോമെട്രി ആൻഡ് കളറിമെട്രി, ക്രോമറ്റോഗ്രാം, അതിൽ ക്രോമറ്റോഗ്രാഫി ടെക്നിക്കാണ്. അതിൽ ജെൽ ഫിൽട്രേഷൻ, അയൺ എക്സ്ചേഞ്ച് ക്രോമറ്റോഗ്രാഫി, അഫിനിറ്റി ക്രോമറ്റോഗ്രാഫി, തിൻ ലെയർ ക്രോമറ്റോഗ്രാഫി, ഗ്യാസ് ക്രോമറ്റോഗ്രാഫി, HPLC, HPTLC ആൻഡ് GCMS ഉണ്ട്. ഇലക്ട്രോഫോറസിസിൽ അഗാരോസ് ജെൽ ഇലക്ട്രോഫോറസിസ്, പോളി എക്രിലമൈഡ് അഗാരോസ് ജെൽ ഇലക്ട്രോഫോറസിസ്, SDS പേജ്, ഐസോ ഇലക്ട്രിക് ഫോക്കസിംഗ്, എലൈസ. ഇനി സെൻട്രിഫ്യൂഗേഷൻ ആണ്. അതിൽ ഡെൻസിറ്റി ഗ്രേഡിയൻ്റ് ആൻഡ് അൾട്രാ സെൻട്രിഫ്യൂഗേഷൻ ഉണ്ട്. ബയോഫിസിക്കൽ മെത്തേഡ് ഫോർ അനാലിസിസ് ഓഫ് ബയോപോളിമേഴ്സ്, അതിൽ എക്സ്റേ ഡിഫ്രാക്ഷൻ, ഫ്ലൂറസെൻറ്റ്, NMR സ്പെക്ട്രോസ്കോപ്പി, UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി ആൻഡ് ESR സ്പെക്ട്രോസ്കോപ്പി. അതിനോടൊപ്പം തന്നെ ORD-CD, അറ്റോമിക് അബ്സോർപ്ഷൻ, പ്ലാസ്മ എമിഷൻ സ്പെക്ട്രോസ്കോപ്പിയും ഉണ്ട്. റേഡിയേഷൻ ഡൈസോമെട്രി, റേഡിയോ ആക്റ്റീവ് ഐസോടോപ്സ്, ഓട്ടോ റേഡിയോഗ്രഫി, ചെർവോക്ക് റേഡിയേഷൻ, ലിക്വിഡ് സ്കിൻറ്റിലേഷൻ ടെക്നിക്സ് ആർ ഓൾസോ ഇൻക്ലൂഡഡ്. അടുത്തതാണ് ബയോസ്റ്റാറ്റിസ്റ്റിക്സ്. ബയോസ്റ്റാറ്റിസ്റ്റിക്സിൽ കംപ്ലീറ്റ് ഡെഫിനിഷനും അതേപോലെ ഫോർമുല വെച്ചിട്ട് പ്രോബ്ലംസ് ഒന്നും അങ്ങനെ ചോദിക്കാറില്ല. ഡെഫിനിഷൻ തന്നിട്ട് എന്താണ് ടേം എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ ഫോർമുല ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിക്കുള്ളൂ. ഇനി ബയോസ്റ്റാറ്റിസ്റ്റിക്സിൽ സാമ്പിളിംഗ് മെത്തേഡ്സ് ആൻഡ് എറേഴ്സ് ഉണ്ട്, പ്രോസസ് ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ, മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി. അതിൽ മീൻ മീഡിയൻ മോഡിൽ വരുമ്പോൾ അതിൻ്റെ ഡെഫിനിഷൻസും അതേപോലെ ഫോർമുലാസും നോക്കാം. അതേപോലെ തന്നെ മെഷർ ഓഫ് ഡിസ്പേർഷനിൽ റേഞ്ച്, ക്വാഡ്രറ്റൈൽ ഡീവിയേഷൻ, mean deviation, standard deviation and coefficient of variation. Formulas important ആണ്. Probability, basic concept and theorems, experimental designs, randomized block and latent square. ഇനി അടുത്തതാണ് ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ്. അതിൽ T ടെസ്റ്റ്, chi-square test, F test and ANOVA. And the next one is correlation and regression analysis. These comes under biostatistics. അടുത്തത് മോഡ്യൂൾ 6. മോഡ്യൂൾ 6ലെ ആദ്യത്തെ യൂണിറ്റ് ആണ് ബയോടെക്നോളജി.
ബയോടെക്നോളജിയിൽ പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ടെക്നീക്സ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് റീജനറേഷൻ, സൊമാറ്റിക് സെൽ ജെനറ്റിക്സ് ആൻഡ് സൊമാറ്റിക് ക്ലോണൽ വേരിയേഷൻ. പിന്നെ സൊമാറ്റിക് എംബ്രിയോജെനസിസിൽ ആർട്ടിഫിഷ്യൽ സീഡ്, പ്രോട്ടോപ്ലാസ്റ്റ് കൾച്ചർ, സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ, ഇമ്പാക്റ്റ് ഇൻ പ്ലാന്റ് ബ്രീഡിംഗ്. ഹാപ്ലോയിഡ് പ്രൊഡക്ഷനിൽ ആന്തർ ആൻഡ് ഓവ്യൂൾ കൾച്ചർ ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ ആപ്ലിക്കേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊഡക്ഷൻ ഓഫ് സെക്കൻഡറി മെറ്റബോളൈറ്റ്, അതിൽ സെൽ ഇമ്മൊബിലൈസേഷൻ, ബയോറിയാക്ടർ ടെക്നോളജി, ഇൻ വിട്രോ സ്ട്രാറ്റജീസ് ഫോർ ജേം പ്ലാസം കൺസർവേഷൻ. ഇനി അടുത്തത് ഐസൊലേഷൻ ഓഫ് ജീനോമിക് ആൻഡ് ഓർഗനലാർ DNA, മെത്തേഡ് ഓഫ് ജീൻ ഐഡൻറ്റിഫിക്കേഷൻ, അതിൽ വെക്ടർ മീഡിയേറ്റഡ് ആൻഡ് വെക്ടർലെസ് PCR, ജീനോമിക് ആൻഡ് cDNA ലൈബ്രറീസ്. ഇനി അടുത്തതാണ് ജീൻ ട്രാൻസ്ഫർ ടെക്നിക്, അതിൽ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ട്രാൻസ്പോസോൺ ആസ് വെക്ടർ, ജീൻ സൈലൻസിംഗ് ഉണ്ട്, DNA മാർക്കേഴ്സ്, അതിൽ RFLP, RAPD, AFLP ആൻഡ് ആൻറ്റി സെൻസ് RNA ടെക്നോളജി ഉണ്ട്. ബ്ലോട്ടിംഗ് ടെക്നിക്സിൽ നോർത്തേൺ, സദേൺ ആൻഡ് വെസ്റ്റേൺ ബ്ലോട്ടിംഗ് ഇൻക്ലൂഡഡ് ആണ്. ട്രാൻസ്ജനിക് ബയോളജിയിൽ ജീൻ ക്ലോണിംഗ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ടെക്നിക് ഇൻ പ്ലാന്റ്, ജീൻ ജെനറ്റിക് ടാർജറ്റിംഗ്, അതേപോലെ തന്നെ സീക്വൻസ് ടാഗിംഗ് ഉണ്ട്. ഇനി നെക്സ്റ്റ് ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം ആൻഡ് അതിൽ വരുമ്പോൾ ഫുഡ്, സോഷ്യൽ, എത്തിക്കൽ കൺസിഡറേഷൻ ഉണ്ട്. IPR ഇഷ്യൂസ്, പേറ്റന്റ് ആൻഡ് ബയോ പ്രൈവസി ആർ ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ബയോടെക്നോളജി യൂണിറ്റ്. നൗ മൊഡ്യൂൾ 6 അടുത്ത യൂണിറ്റ് ആണ് ബയോ ഇൻഫോർമാറ്റിക്സ്. ബയോ ഇൻഫോർമാറ്റിക്സിൽ ഇൻട്രൊഡക്ഷൻ ടു ഡാറ്റ സ്ട്രക്ചർ, ഡാറ്റാബേസ് കോൺസെപ്റ്റ്, ടൂൾ ഫോർ സെർച്ചിങ്, ഹോമോളജി സെർച്ച് ഇതൊക്കെ വരുന്നുണ്ട്. ആപ്ലിക്കേഷൻ ഓഫ് ഡാറ്റാബേസസ് ഇൻ ബയോളജി, അതേപോലെ തന്നെ സീക്വൻസ് ഡാറ്റാബേസസ്, സീക്വൻസ് കമ്പാരിസൺ ഡാറ്റാബേസസ്, സ്ട്രക്ചറൽ ഡാറ്റാബേസസ്, പ്രോട്ടിയോമിക്സ് ആൻഡ് ജീനോമിക്സും വരുന്നുണ്ട്. മേജർ ബയോ ഇൻഫർമാറ്റിക്സ് റിസോഴ്സസ്, അതിൽ കുറച്ച് ഡാറ്റാബേസുകളാണ് NCBI, EBI, EMBL, GenBank, TDBJ, SwissProt, PDB, etc. Now next is tool for bioinformatics, അതിൽ സീക്വൻസ് സെർച്ച് ടൂളുമുണ്ട്, ഫൈലോജനറ്റിക് അനാലിസിസിൻ്റെയും സെർച്ച് ടൂളുകളും ഉണ്ട്. ബ്ലാസ്റ്റ്, ക്ലസ്റ്റാൾ X, ക്ലസ്റ്റാൾ W, ഫൈലിപ്പ്, ജെൻസ്കാൻ എക്സെട്ര. ഇനി ആപ്ലിക്കേഷൻ ഓഫ് ബയോഇൻഫോർമാറ്റിക്സ്, അതിൽ ട്രാൻസ്ക്രിപ്റ്റോമിക്സ്, മെറ്റബോളോമിക്സ് ആൻഡ് ഫാർമക്കോജീനോമിക്സ് ആണ്. അടുത്ത യൂണിറ്റ് ആണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബയോളജി, കമ്പ്യൂട്ടർ പാക്കേജസ് ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ന്യൂമറിക്കൽ ടാക്സോണമി, ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ പാർട്സ് ഓഫ് എ കമ്പ്യൂട്ടർ, അതേപോലെ തന്നെ ഇൻ്റർനെറ്റ് ഓൺലൈൻ ബയോളജി റിസോഴ്സസ്, പബ്ലിക് ലൈബ്രറി ഓഫ് സയൻസ്, online publication, electronic journals and books are also included in module 6 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ. നമ്മുടെ ലാസ്റ്റ് മോഡ്യൂൾ ആണ് റീസെന്റ് ട്രെൻഡ്സ് ഇൻ ബോട്ടണി. റീസെന്റ് ട്രെൻഡ്സ് എന്ന് പറയുമ്പോൾ റീസെന്റ് ആയിട്ട് വന്ന ഒരു കണ്ടുപിടുത്തങ്ങളാണ്, അതായത് ഡെവലപ്മെന്റ്സ് ഇൻ ബോട്ടണി. ആൻഡ് അതാണ് നമ്മുടെ ലാസ്റ്റ് മോഡ്യൂൾ 7. ഇനി നമ്മുടെ സയന്റിഫിക് ഓഫീസർ എന്ന് പറയുന്ന നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ സിലബസ് എടുത്തു കഴിഞ്ഞാൽ ബോട്ടണിയിലും സുവോളജിയിലും ഒരുപാട് കോമൺ ടോപ്പിക്സ് ഉണ്ട്. അപ്പം ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സിലബസ് ഡൗൺലോഡ് ചെയ്ത് ഒരു പ്രിന്റ് ഔട്ട് ഒക്കെ എടുത്തിട്ട് കോമൺ ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് സ്ട്രാറ്റജിക് ആയിട്ടാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ കോമൺ ടോപ്പിക്സ് ഇത് എന്തായാലും ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കോമൺ ടോപ്പിക്സ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ബോട്ടണിയിൽ ക്വസ്റ്റ്യൻ വന്നാലും സുവോളജിയിൽ ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ കോമൺ ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് അത് ആദ്യം പഠിച്ച് തുടങ്ങുക. ആൻഡ് നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും മുന്നോട്ട് പ്രിപ്പറേഷൻസ് ചെയ്യാൻ പറ്റട്ടെ. സോ ദാറ്റ്സ് ഓൾ ഫോർ നൗ. താങ്ക് യു.